ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഏത്തപ്പഴമൊക്കെ വെച്ചൊരു പായസം ഉണ്ടാക്കിയാലോ. അപ്പം ഓണമൊക്കെ വരാൻ പോകല്ലേ, നമുക്കൊരു വെറൈറ്റി പായസം തന്നെ ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ഈ പഴപ്പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് 1/2 കിലോ ഏത്തപ്പഴമാണ്. നല്ല പഴുത്ത ഏത്തപ്പഴം തന്നെ നോക്കിയെടുക്കുക. അതായത് തൊലിയൊക്കെ കറുത്ത് വരുന്ന പഴം ഉണ്ടല്ലോ, അത് തന്നെ നോക്കിയെടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇത്തരത്തിൽ വട്ടത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് 1 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നല്ല രീതിയിൽ നമുക്കൊരു പാനിയാക്കി എടുക്കേണ്ടതാണ്. അപ്പം ശർക്കര പൊടിക്ക് വരെ നിങ്ങൾക്ക് ശർക്കര ചീകി വേണേലും ചേർക്കാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ വെള്ളം കൂടെ ഒക്കെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ശർക്കര തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ ശർക്കര എല്ലാം തിളച്ച് വന്നതിന് ശേഷം നമുക്കിനി ഇത് കോരി മാറ്റാവുന്നതാണ്. അതുപോലെ നിങ്ങൾ എടുക്കുന്ന ശർക്കരയ്ക്കകത്ത് കല്ലും മണ്ണും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി ഒന്ന് അരിച്ചു മാറ്റി വെക്കേണ്ടതാണ്. ഓക്കെ, അത് ചെയ്യാം. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ എടുക്കാം. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 1/4 കപ്പോളം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്തരത്തിൽ അതിൻ്റെ കളറൊക്കെ മാറി അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ നെയ്ക്കകത്തുനിന്ന് കോരി മാറ്റാവുന്നതാണ്. എന്നിട്ട് അതേ നെയ്യിലോട്ട് തന്നെ നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് അതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതാണ്. അതിങ്ങനെ ഒന്ന് പൊങ്ങി വരുന്ന രീതിയിൽ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്ക് അതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഉണക്കമുന്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ഈ നെയ്ക്കകത്തുനിന്ന് കോരി മാറ്റാവുന്നതാണ്. പിന്നീട് നമുക്ക് വേണ്ടത് തേങ്ങാക്കൊത്താണ്. ഞാൻ ഇവിടെ ഒരു 1/4 കപ്പോളം തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ നെയ്ക്കകത്തിട്ടൊന്ന് വറുത്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ കളർ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് അത് ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. ഓക്കെ, അങ്ങനെ തേങ്ങാക്കൊത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാവുന്നതാണ്. ഇനി അതേ നെയ്യിലോട്ട് തന്നെ നമുക്ക് നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്ത് അതൊന്നും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. നെയ്ക്കകത്തിടുന്ന് ഒരു ഇളം ചൂടിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സമയത്തൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത്തരത്തിൽ അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവുന്നവരെ നമുക്കിതൊന്ന് ആ നെയ്ക്കകത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് വേവിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഏത്തപ്പഴം വേവിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് അതിലേക്ക് ഒരു 1/4 കപ്പോളം ചെറിയ ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത്തരത്തിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ഇത് വേവാൻ വേണ്ടി അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കേണ്ടതാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ പഴമൊക്കെ വെന്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറക്കാവുന്നതാണ്. മൂടി തുറക്കുമ്പോഴത്തേക്കും ഈ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്നതായിരിക്കും. അപ്പം തന്നെ നമ്മുടെ പഴം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉടച്ചു ചേർക്കേണ്ടതാണ്. നിങ്ങളൊരു സ്പാച്ചില ഉപയോഗിച്ച് ഇത്തരത്തിലൊന്ന് ഉടച്ചെടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്മാഷർ ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഈ സ്പാച്ചില ഉപയോഗിച്ച് ഇത്തരത്തിലൊന്ന് ഉടച്ചെടുക്കുകയാണ്. നമുക്കൊരു സ്പാച്ചിലയുടെ ആവശ്യം വരുത്തുള്ളൂ. നമ്മുടെ പഴം വെന്ത് കിട്ടിയിട്ടുണ്ട്, ഒന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അത് കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. ഒറ്റയടിക്ക് ഫുള്ളും കൂടെ ചേർത്ത് കൊടുക്കാതെ ആദ്യം കുറച്ച് പോർഷൻ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അത്തരത്തിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം ബാക്കി പോർഷനും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത്തരത്തിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഇളക്കാന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്നൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ കുറച്ച് പോർഷൻസ് ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇനി ഇതൊന്ന് കൈവിടാതെ 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ കൈവിടാതെ 1 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത്തരത്തിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ ശർക്കരയൊക്കെ ഒന്ന് വറ്റി ഇതൊന്ന് കുറുകി വരുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ കുറുകി വരുന്നവരെ നമുക്കിതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പം ഇത്തരത്തിൽ ശർക്കരയൊക്കെ ഒന്ന് വറ്റി നമ്മുടെ പഴമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്തരത്തിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 കപ്പ് 2-ാം പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കുറേശ്ശെ ഇതുപോലെ ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്യേണ്ടതാണ്. അതുപോലെ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി അങ്ങോട്ട് നമ്മൾ ഈ പായസം ഫിനിഷ് ചെയ്യുന്നവരെ ലോ
ഫ്ലെയിമിൽ വെച്ചാണ് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്ത് 2 പ്രാവശ്യമായിട്ട് പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ അതിനകത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് കുക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ചുക്കുപൊടി ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പിന്നീട് ഇതിലേക്ക് ഒരു 1/4 കപ്പോളം മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല രീതിയിലൊന്ന് കുറുക്കി കിട്ടുന്നതായിരിക്കും. അപ്പോൾ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുത്ത് അതും ഒന്ന് ഇളക്കി യോജിപ്പിക്കേണ്ടതാണ്. അതുപോലെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇളക്കി തന്നെ ചേർത്ത് കൊടുത്തോണ്ടിരിക്കുക, അല്ലാതെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് ഇളക്കാൻ നിൽക്കല്. അപ്പം മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്ന ഒപ്പം തന്നെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പം ഒഴിക്കുകയോ ഇളക്കുകയോ എല്ലാം ഒരേ സമയത്ത് തന്നെ ചെയ്തുകൊണ്ടിരിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ച് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തേങ്ങാപ്പാലാണിത്. അപ്പോൾ 1 കപ്പ് കട്ടിയുള്ള 1-ാം പാലും കൂടെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ 1-ാം പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് അതും കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ നല്ല രീതിയിൽ ഒന്ന് യോജിച്ചെടുക്കുന്നത് വരെ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പം നല്ല രീതിയിൽ ഒന്ന് യോജിച്ചെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. അല്ലാതെ ഇത് തിളപ്പിക്കാൻ നിൽക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ അത്തരത്തിൽ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഓഫ് ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് 1 മിനിറ്റും കൂടെ അത്തരത്തിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ 1 മിനിറ്റോളം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന നട്ട്സ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കേണ്ടതാണ്. അപ്പോൾ സ്റ്റൗ എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നട്ട്സ് ചേർത്ത് കൊടുത്താൽ മതി. നട്ട്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഏത്തപ്പഴം പായസം ഇവിടെ റെഡി ആവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്ഥിരം നമ്മൾ ഓണത്തിനൊക്കെ ഉണ്ടാക്കുന്ന അടപ്രഥമനിൽ നിന്നും ബ്രഹ്മസലിയിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടൊരു പായസം ആയിക്കോട്ടെ ഈ പ്രാവശ്യത്തെ ഓണത്തിന്, അല്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമന്റ് ആയിട്ട് ഒന്ന് രേഖപ്പെടുത്തിക്കണേ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.